ശ്രീ ജയസൂര്യൻ. ഈ മുനമ്പം വിഷയം ആരംഭിച്ചത് മുതൽ അതിൻ്റെ സമരമുഖത്ത് BJP ഉണ്ടായിരുന്നു. നമുക്കറിയാം, റിലേ സത്യാഗ്രഹ സമരമടക്കം സമരമുഖത്ത് മുനമ്പം ജനത നിന്നപ്പോൾ അവർക്ക് ഐക്യദാർഢ്യവുമായി നിരവധി BJP പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നതാണ്, അവരുടെ പ്രശ്നങ്ങൾ കേട്ടതാണ്. കേന്ദ്ര നേതാക്കളടക്കം സമരമുഖത്തേക്ക് എത്തിയിരുന്നു. കൃത്യമായി എന്താണ് മുനമ്പം വിഷയമെന്നും മുനമ്പം ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് വരുത്തി തീർക്കുന്നതിനും വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായത്, കേന്ദ്ര തലത്തിൽ തന്നെ. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ചർച്ച പോലും നടത്തേണ്ടി വന്നത്. ആ ഒരു ചർച്ചയുടെ പ്രഖ്യാപനം നടത്തിയത് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്. മുഖം രക്ഷിക്കൽ തന്ത്രം ഇപ്പോൾ ഈ അവസാനത്തെ ജുഡീഷ്യൽ കമ്മീഷനിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇത് BJP സ്പോൺസേർഡ് സമരമാണ്. യഥാർത്ഥത്തിൽ ഇത് BJP സ്പോൺസേർഡ് സമരമാണ് എന്ന് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇത് BJPക്ക് വളരെയേറെ മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? 2 വർഷങ്ങൾക്ക് മുൻപ് ഈ സമരം അവിടെ ആരംഭിക്കുമ്പോൾ അതൊരു കൊടുങ്കാറ്റിന്റെ ആരംഭമാണെന്ന് തിരിച്ചറിയാൻ LDF-നും UDF-നും കഴിഞ്ഞില്ല. അതിന്റെ കാരണം ഞാൻ മുമ്പ് വ്യക്തമായി പറഞ്ഞതാണ്. കേരളത്തിൽ 33% വരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് ബാങ്കിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനിയുടെ വോട്ട് വേണ്ട, ഹിന്ദുവിന്റെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് സംഘടിത മുസ്ലിം വോട്ട് മതി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളം ഭരിക്കാൻ കഴിയുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവും കൊണ്ട് മുനമ്പം വിഷയം നെഗ്ലക്ട് ചെയ്ത് കളയാം എന്നവർ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ കേരളത്തില് ഇത്രയധികം MP-മാരുണ്ടായിട്ടും പാർലമെന്റിൽ ഒരു ശബ്ദമുണ്ടായില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ JPC-യിൽ ഒരാൾ പോലും അംഗമാകാൻ തയ്യാറായില്ല. ഈ വിഷയത്തിന് നേരെ കടന്നു വന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ പോലും തയ്യാറായില്ല. ആ അവസരത്തിലാണ് BJP മുന്നോട്ട് വന്നത്. BJP സമരരംഗത്ത് വന്ന് ശക്തമായി പിന്തുണ കൊടുത്തത്. എന്നാൽ ആ സമയമെങ്കിലും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ, BJP ഇതാ രംഗത്ത് വന്നിരിക്കുന്നു, BJP സമരക്കാരോടൊപ്പമുണ്ട്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതുകൊണ്ട് BJPക്ക് ചിലപ്പോൾ വോട്ട് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് ഇവിടുത്തെ ഈ പീഡിത ജനതയുടെ പ്രതിനിധികൾ, അതുകൊണ്ട് ഞങ്ങൾക്കിത് ഏറ്റെടുത്ത് കളയാം എന്ന് ചിന്തിക്കട്ടെ. അപ്പൊ സാമാന്യബോധം LDF-ന് ഇല്ലാഞ്ഞിട്ടല്ല, UDF-നും ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ സാമാന്യബോധവും പൊളിറ്റിക്കൽ ബോധവും ഒക്കെ അവർ തൂക്കി നോക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് ബാങ്കിന്റെ തൂക്കം നോക്കിയിട്ടാണ്. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ന്യൂനപക്ഷ ക്രിസ്ത്യാനിയാണെങ്കിലും 19% വോട്ടേ ഉള്ളൂ. മറുവശത്ത് നിന്നാൽ 33% വോട്ടുണ്ട്. അതുകൊണ്ട് 33% ന്യൂനപക്ഷമാണ് യഥാർത്ഥ ന്യൂനപക്ഷം. 19% ന്യൂനപക്ഷത്തെ ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല, അവരില്ലെങ്കിൽ ഞങ്ങൾക്ക് കേരളം ഭരിക്കാമെന്നുള്ള ധിക്കാരവും അഹങ്കാരവുമാണ് ഇവിടെ ഇപ്പോൾ കടന്ന കൈയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. BJP സ്പോൺസേർഡ് എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തെ മുഴുവൻ, പീഡനം അനുഭവിക്കുന്ന വിഭാഗത്തെ മുഴുവൻ BJPയുടെ പാളയത്തിലേക്ക് തള്ളിവിടാൻ കൂടി ഉള്ള ആത്മവിശ്വാസം LDF UDF സംവിധാനങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്ന ബോണസാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷെ അതിനുവേണ്ടിയല്ലല്ലോ. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഇത് നേരിടുന്നുണ്ട്. ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം വിഷയമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഹിന്ദുവിന്റെ മാത്രം വിഷയമല്ല. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിമിന്റെ ഭൂമി, മുസ്ലിമിന്റെ സ്വത്തവകാശം, അതിന്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് പോയാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. മുസ്ലിം കുടുംബത്തിലുള്ള ഒരു 5-6 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വീതപ്രകാരം വീതം കൊടുത്ത് വിട്ടതിന് ശേഷം ആ വീതം കൊടുത്ത സ്വത്ത് വഖഫ് ചെയ്യുന്ന ക്രൂരന്മാരുണ്ട്. ആ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേസായിട്ട് കിടപ്പുണ്ട്. 40,000-ൽ പരം കേസുകൾ ഈ വഖഫ് ബോർഡിന്റെ മുമ്പിൽ, ട്രിബ്യൂണലിന്റെ മുമ്പിൽ കിടക്കുന്നതിൽ 42,000 കേസിൽ 40,000 കേസ് മുസ്ലിങ്ങളുടേതായത് എന്തുകൊണ്ടാണ്? അപ്പൊ മനുഷ്യാവകാശ ധ്വംസനം, വ്യക്തികളുടെ അവകാശ ധ്വംസനം, ഇതൊക്കെ കിരാതവും കാടത്തം നിറഞ്ഞതുമായ പ്രാകൃത മത നിയമത്തിന്റെ, ശരിയാ നിയമത്തിന്റെ കീഴിൽ തന്നെ നടത്തണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നടത്തണമെന്ന് CPM-ഉം കോൺഗ്രസും നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇവിടെ മതം അനുഷ്ഠിക്കുന്നതിൽ തെറ്റില്ല, മതപരമായ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ തെറ്റില്ല. അതൊക്കെ മതത്തിന്റെ അകത്തു മതി. മതത്തിന് പുറത്തിറങ്ങിയിട്ട് കോടതിയെ നിയന്ത്രിച്ചാൽ, പാർലമെന്റിനെ നിയന്ത്രിച്ചാൽ, ഭരണഘടനയെ നിയന്ത്രിക്കാൻ വന്നാൽ അത് സാധ്യമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഭേദഗതി കൊണ്ടുവരുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി അതിനോടൊപ്പം നിൽക്കും, BJP അതിനോടൊപ്പം നിൽക്കും. അത്തരം സമരങ്ങൾക്ക് BJP ശക്തമായി പിന്തുണ കൊടുക്കുകയും ചെയ്യും. അതിനെ BJP സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നു. അതെ, BJP സ്പോൺസേർഡ് തന്നെയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ സ്പോൺസർ ചെയ്യാൻ. എന്തുകൊണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് BJP അല്ലാത്തവർ സ്പോൺസർ ചെയ്യുന്നില്ല? അവരുടെ 100 പ്രശ്നങ്ങളുണ്ട്, നീർന്ന പ്രശ്നങ്ങളുണ്ട്. എല്ലാം എണ്ണി പറയേണ്ട സമയം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്.
40,000 കേസും ഈ പറയുന്ന വഖഫ് ബോർഡിനെതിരെ ട്രിബ്യൂണലിനെതിരെ മുസ്ലിങ്ങൾ തന്നെ കൊടുത്തുവെങ്കിൽ അത് ഹിന്ദു വിഷയമല്ലല്ലോ, അത് ക്രിസ്ത്യൻ വിഷയമല്ലല്ലോ. പക്ഷെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഗവൺമെന്റിന് വിഷയമുണ്ടല്ലോ. സെൻട്രൽ ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുന്ന കെട്ടിടങ്ങളടക്കം 250 പ്ലോട്ടുകളാണ് ഡൽഹി നഗര ഹൃദയത്തിൽ വഖഫ് ചെയ്തു പോയത്. ഡൽഹി സംസ്ഥാനത്തിന്റെ 77% ഭൂമി വഖഫ് ഭൂമിയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള നിയമം കൊണ്ടുവന്നാൽ അത് പാർലമെന്റിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഭരണഘടനയ്ക്ക് മുകളിലാണ്, കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് അള്ളാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാ തീരുമാനിക്കുന്നതെന്ന് പറയാൻ വഖഫ് ബോർഡ് ആരാണ് വഖഫ് ട്രിബ്യൂണൽ? അതൊന്നും ഈ മണ്ണിൽ നടക്കില്ല, നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഈ പറയുന്ന തിരുത്തൽ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്.